ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ റോസ്റ്റാണ്. നമ്മുടെ എറണാകുളത്ത് അങ്ങനെ കല്ലുമ്മക്കായ അവൈലബിൾ അല്ലല്ലോ. പിന്നെ ഇത് എവിടെ നിന്നല്ല എനിക്ക് കിട്ടിയത്. ഇതെനിക്ക് ആക്ച്വലി സിസ്റ്റർ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ എപ്പോൾ അവിടെ പോയാലും മല പോലെ കൂട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ പ്രാവശ്യം ആൾ വന്നപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് ആൾ കൊണ്ടുവന്നു. ഞാൻ അതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ. ഒരു 2-3 മിനിറ്റ്സ്. ഓൾറെഡി വെന്ത കല്ലുമ്മക്കായ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെളിച്ചെണ്ണയിലിട്ട് മൊരിയിപ്പിക്കാൻ നിൽക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒരു 2 മിനിറ്റ്സ് മാക്സിമം 3 മിനിറ്റ്സ് അപ്പം തന്നെ എടുക്കുക. അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ നേരിയതാക്കി അരിഞ്ഞ് സവാള ഇടുവാണ്. സവാളയും ആവശ്യത്തിന് പച്ചമുളക്, ഞാൻ ഒരു 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് പാകത്തിനായ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതിൻ്റെ പച്ചമണം മാറുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി, ചെറുതാക്കി അരിഞ്ഞ തക്കാളി, പിന്നെ ആവശ്യത്തിന് പെരിഞ്ജീരകം, പിന്നെ കുരുമുളക്, പിന്നെ പാകത്തിന് ഗരം മസാലപ്പൊടി, മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ ഗ്രേവി സെറ്റായിട്ടുണ്ട്. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ആ കല്ലുമ്മക്കായ ഫ്രൈ അതങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക.